അങ്കമാലി കറുകുറ്റി കരിപ്പാലയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് കഴുത്തിൽ മുറിവേറ്റ് മരിച്ച നിലയിൽ. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ഡെൽന മരിയ സാറയാണ് മരിച്ചത്. ഈ സംഭവത്തിൽ കുട്ടിയുടെ മുത്തശ്ശി റോസ്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. അങ്കമാലി പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അങ്കമാലി കറുകുറ്റി കരിപ്പാലയിലാണ് ആന്റണി റൂത്ത് ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തിന് മുറിവേറ്റ നിലയിൽ വീട്ടിൽ അച്ഛൻ കാണുന്നത്. രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം. ഉടൻ തന്നെ അച്ഛൻ കുഞ്ഞിനെ വാരി പുണർന്ന് കരയുകയായിരുന്നു. ഈ കരച്ചിൽ കേട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹെൽത്തിലെ ജീവനക്കാരനായിട്ടുള്ള മണി എന്നയാളാണ് ഓടിയെത്തുന്നത്. തുടർന്ന് എന്തോ കടിച്ചതാണെന്നായിരുന്നു മണിയോട് ആ അച്ഛൻ പറഞ്ഞത്. ചോരയിൽ കുളിച്ച കുഞ്ഞിനെ കാറിൽ കയറ്റി തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു മണി. ഈ കൊച്ചിനെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര പൾസൊക്കെ കുറവാണ്, കുട്ടികൾക്ക് CPR കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 9:33 ആയപ്പോൾ അവർ പറഞ്ഞു കുട്ടി മരിച്ചു, ഡെത്ത് ഡിക്ലെയർ ചെയ്യണം, ആരഞ്ച് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും പെൺകുട്ടിയുടെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു. പുള്ളീനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് എന്നാണ് കൊച്ചിൻ്റെ കഴുത്ത് മുറിഞ്ഞിട്ടുണ്ട്, നല്ല മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു മാനസിക ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളില്ല, ഒരു അമ്മമ്മ ഇച്ചിരി വയ്യാണ്ടിരിക്കുന്നുണ്ട്, കുട്ടിയുടെ അമ്മമ്മ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയണത് കഴുത്ത് ഭയങ്കരമായിട്ട് മുറിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. വീട്ടിലെ മുത്തശ്ശി അല്പം സോഡിയം കുറവായ രീതിയിൽ മരുന്നും മറ്റും കഴിക്കുന്നുണ്ട്, ഉറക്ക ഗുളിക അടക്കം കഴിക്കുന്നുള്ള കാര്യവും, തുടർന്ന് കുഞ്ഞിനെ കിടത്തിയിരുന്നത് മുത്തശ്ശിയുടെ പക്കലാണെന്ന കാര്യവും അറിയുന്നത്. ഉടൻ തന്നെ അങ്കമാലി പോലീസ് എത്തി വീടും മറ്റുമൊക്കെ പരിശോധിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് നിലവിൽ മുത്തശ്ശി പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ഉടൻ മുത്തശ്ശിയും പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തുടർന്ന് തൊട്ടടുത്ത ഒരു ആശുപത്രിയിലേക്ക് കുട്ടിയുടെ മുത്തശ്ശിയെയും മാറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോഴും പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കൊലപാതകമാണ് എന്ന ഒരു സംശയമാണ് നിലവിൽ പോലീസിൻ്റെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.